നമസ്കാരം. ഇരിക്കട്ടെ നമ്മുടെ വക ഒരു കത്ത്. ഇനി അങ്ങനെ ഒരു കത്തിന്റെ കുറവ് കൊണ്ട് കെ.സി. വേണുഗോപാലിനെ തട്ടുമുട്ടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. കാന്തപുരം വിഭാഗം ഇന്നലെയാണ് ഹൈക്കമാൻഡിന് കത്ത് കൊടുത്തിട്ടുണ്ട് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് എന്നൊരു കാര്യം പുറത്തു പറയുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. സത്യത്തിൽ ചിരിക്കണോ കരയണോ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടിയില്ല. കാരണം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കി, വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഇടപെടലുകളൊക്കെ തുടരുകയാണ്. ഈ ഇടപെടലുകളൊക്കെ തുടരുന്ന സാഹചര്യത്തിലാണ് കാന്തപുരം വിഭാഗം കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കത്തുകൊടുത്തു എന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. കരയണോ ചിരിക്കണോ ഇനി നിങ്ങൾ തന്നെ പറയൂ, എന്താണ് വേണ്ടത്? കാരണം ഇവിടെ നിലപാട് പറയാൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ വിഷയങ്ങളിലൊക്കെ പ്രതികരണം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കാന്തപുരം വിഭാഗത്തോട് നിങ്ങൾ നിങ്ങളുടെ നിലപാട് പറയൂ. ആർക്കാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നത്, ആർക്കാണ് നിങ്ങളുടെ പിന്തുണ എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യമൊക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാം, ഞങ്ങൾ അങ്ങനെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ആർക്കാണ് വോട്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും പരസ്യമായി പ്രതികരിക്കാറില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇനിയെങ്കിലും പറയൂ, ഇപ്പോൾ ഈ കത്ത് കൊടുത്ത സാഹചര്യത്തിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്, ആർക്കാണ് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത്? എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരെ പിന്തുണച്ചു എന്ന കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും പറയൂ, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ കയറി ഇടപെടുന്നത്? കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര വിഷയമാണത്. ആരാകണം മുഖ്യമന്ത്രി, ആരെ തീരുമാനിക്കണം? പിന്തുണച്ച ഒരുപാട് ആളുകളുണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ, UDFന് വോട്ട് ചെയ്ത ആളുകൾ, അവരൊക്കെ അവരുടെ നിലപാട് പറയുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ UDFനെ ശക്തമായി എതിർത്ത ഒരു വിഭാഗമാണ് കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ ഇടപെടൽ, UDFനെതിരായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം, കെ.സി. വേണുഗോപാലിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന അവരുടെ ആ ഒരു നിലപാട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനവർ ചില ന്യായങ്ങളും പറയുന്നുണ്ട്. നേരത്തെ E.K. നായനാർ അങ്ങനെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, A.K. ആന്റണി അങ്ങനെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനും അങ്ങനെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കെ.സി. വേണുഗോപാൽ ആകട്ടെ എന്നതാണ് അവരുടെ ഒരു നിലപാട്, അവരുടെ ഒരു അഭിപ്രായം അതാണ്. അതായത് ഇപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്താണ് കുറച്ച് കനമുള്ളത്. ആ കെ.സി. വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയെന്ന് മാത്രം. എന്തായാലും ഇത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് കാന്തപുരം ഉസ്താദിനോടും അല്ലെങ്കിൽ ഇത്തരത്തിൽ കത്ത് കൊടുക്കാൻ തീരുമാനിച്ച ആളുകളോടും ഒക്കെ പറയാനുള്ളത്. കാരണം ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിലില്ല. അങ്ങനെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അഭിപ്രായമൊക്കെ ഉണ്ടാകാം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ, അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇത് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കത്ത് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് കടന്ന കൈയായി എന്നാണ് എനിക്ക് ഈ ഒരു കത്ത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ E.K. നായനാർ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, A.K. ആന്റണി മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഒരു ചോദ്യം. തീർച്ചയായും അത് ശരിയാണ്, ന്യായമാണ് ആ ചോദ്യം, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ കാലമല്ല ഈ കാലം എന്നുകൂടെ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ 6 മാസത്തേക്കല്ല ഒരു മുഖ്യമന്ത്രി വേണ്ടത്, 5 കൊല്ലം മുഖ്യമന്ത്രിയായി ഭരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ കഴിയണം, അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. 6 മാസത്തേക്ക് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 6 മാസം കഴിഞ്ഞ് ജനവിധി, 6 മാസത്തിനകം ജനവിധി തേടണം, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമോ ഇല്ലയോ എന്നുകൂടെ അതുകൂടെ ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതുകൂടെ ചിന്തിക്കണം. ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നുണ്ട്. അതായത് വി.ഡി. സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ ഞങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ജനങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ജനങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. ഇവിടെ ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ ഭൂരിഭാഗം വരുന്ന പാർട്ടി പ്രവർത്തകർ, പാർട്ടി അണികൾ, അവരും അവരുടെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ഇവിടെ കെ.സി. വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. കെ.സി. വേണുഗോപാലിന് എങ്ങനെയാണ് MLA-മാരുടെ പിന്തുണ ഇല്ലാതിരിക്കുന്നത്? കാരണം ഈ ലിസ്റ്റൊക്കെ ഫൈനലി ലിസ്റ്റ് അംഗീകരിക്കുന്നത്, ആരൊക്കെ മത്സരിക്കണം, എവിടെയൊക്കെ മത്സരിക്കണം, ആ ലിസ്റ്റിന് അംഗീകാരം കൊടുക്കുന്നത് ഹൈക്കമാൻഡാണ്. സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹം അറിയാതെ ആർക്കും സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ MLA-മാരുടെ പിന്തുണ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടാകും. പക്ഷേ വോട്ട് ചെയ്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരിവിടെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഇവിടെ വി.ഡി. സതീശനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്.
എന്തായാലും ഞാൻ ആ വിഷയത്തിൽ ഇടപെടുകയല്ല. അഭിപ്രായങ്ങൾ പറയുമ്പോൾ, കത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാകണം എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും കത്ത് കൊടുക്കാം, അഭിപ്രായം പറയാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഈ കത്തൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതൊക്കെ അറിയുന്നുണ്ട്, ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്, അവരൊക്കെ ചിരിക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. രാജാവ് നഗ്നനാണ് എന്ന് തുറന്നു പറയുക എന്നുള്ളത് അതാണ് ശരിയായ ഒരു രീതി. രാജാവിന്റെ നഗ്നത കണ്ടത് പറഞ്ഞാൽ തല പോകുമെന്ന് പേടിച്ച് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കണം. വെറുതെ ആളുകളെ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് ഒരിക്കലും VD സതീശനെ അല്ലാതെ മറ്റൊരാളെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല. മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നാൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ ആ വ്യക്തിയെ വിജയിപ്പിക്കില്ല, നിയമസഭയിലേക്ക് പറഞ്ഞയക്കില്ല എന്ന് ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ്. ഇവിടെ പരസ്പരം നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏവർക്കും സ്വീകാര്യനായ ഒരാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. മറ്റുള്ള ആളുകൾക്കൊന്നും താല്പര്യമില്ലാത്ത ഒരാളെ, അതായത് കോൺഗ്രസിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരികയാണ്. ഇവിടെ നേരത്തെ കെ മുരളീധരൻ 2004 അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് വൈദ്യുതി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് അദ്ദേഹം ഇവിടെ ജനവിധി തേടാൻ വന്നത് വടക്കാഞ്ചേരിയിലാണ്. AC മൊയ്തീൻ എന്ന് പറയുന്ന CPIM-ന്റെ ഏരിയ സെക്രട്ടറി, അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയനാകുന്നത് ആ ഒരു തിരഞ്ഞെടുപ്പോട് കൂടിയാണ്. പിന്നീട് AC മൊയ്തീനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വടക്കാഞ്ചേരിയും പോയി, അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം കുന്നംകുളത്ത് വന്നു, കുന്നംകുളവും പോയി. ഇതാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥ KC വേണുഗോപാലിലൂടെ വീണ്ടും വിളിച്ചു വരുത്തരുത് എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം KC വേണുഗോപാൽ വരുമ്പോൾ അദ്ദേഹം ആലപ്പുഴ MP ആണ്. ആ MP സ്ഥാനം രാജിവെക്കണം. അദ്ദേഹം ഇവിടെ ജനവിധി തേടണം. MLA ആയി അദ്ദേഹം വിജയിച്ചു വരണം. ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. ജനങ്ങളൊക്കെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ്. മറ്റു സ്റ്റേറ്റുകളിലേതുപോലെ ഇവിടെ അത്തരത്തിലുള്ള പരിപ്പൊന്നും വേവില്ല. ഇനിയെങ്കിലും ഈ തർക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിയണം. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.